ഹായ് മക്കളെ, നമസ്കാരം. ഫാൽക്കണസ് പിഎസ്സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ശനിയാഴ്ച നടന്ന മേറ്റ് 1 പരീക്ഷയുടെ 10 മാത്സ് ആൻഡ് മെന്റലിറ്റി ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന അതിന്റെ കുറച്ച് വിശദീകരണം കുറിച്ച് പറയാനും അത് എളുപ്പത്തിൽ എങ്ങനെ ചെയ്യാമെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പരീക്ഷ കഴിഞ്ഞ പരീക്ഷ എഴുതിയിട്ടുണ്ടായിരിക്കും. ഇനി താണ്ട് ഒരു പ്രിലിമിനറി എക്സാം 29-ാം തീയതി നടക്കാൻ പോകുന്നുണ്ട്. തൊട്ട് കുറെ എക്സാമുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പൊ ആ പരീക്ഷകൾക്കൊക്കെ ഈ മോഡലൊക്കെ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഈ LGS കമ്പനി ബോർഡ് LGS ഒക്കെ എഴുതാൻ പോകുന്നുണ്ട്. ഒരു LGS ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ഇതെങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്നൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. വളരെ സിമ്പിൾ ആയിട്ട് പോവാം. അപ്പൊ നമ്മൾ ആ റീസെന്റ് നടന്ന പരീക്ഷകൾക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പല ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ചിലതൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് വലിയ പാടൊന്നും ഇല്ലെങ്കിൽ ചില മെന്റലിറ്റി ഒക്കെ ചിലത് അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാര്യമൊന്നുമില്ല, നമ്മൾ സമയം കളയുന്നില്ല. അപ്പൊ നേരെ പോവാ. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ നോക്കുക, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പല ക്വസ്റ്റ്യൻ ഇതിനകത്ത് ഉണ്ട്. അതുപോലെ ഇനി ഞങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയാൽ തന്നെ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാനോ, ഇത് ക്വസ്റ്റ്യൻ ചെയ്ത് ഇതാണല്ലോ ആൻസർ, ഇങ്ങനെ പെട്ടെന്ന് എഴുതി പോകാൻ പറ്റും. അപ്പൊ എപ്പോഴും നിങ്ങൾ ഓരോ വീഡിയോസ് വരുമ്പോഴും ആരെയാണെങ്കിലും ശരി, ആര് മാത്സിന്റെ ക്ലാസ്സിൽ കിട്ടുന്നാലും ശരി, നിങ്ങൾ ആ ക്ലാസ്സിൽ ഫുള്ള് കാണുക. കാര്യം അതിനകത്ത് ചിലപ്പോൾ പുതിയ ഐഡിയാസും പുതിയ ട്രിക്കുകളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് സമയം കളയുന്നില്ല, നേരെ നമ്മൾ ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ, 9 സംഖ്യകളുടെ ശരാശരി 50 ആണ്. അതിൽ ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി 49 അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി 52 ആയാൽ അഞ്ചാമത്തെ സംഖ്യ എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. കാര്യമൊന്നുമില്ല, സിമ്പിൾ ആണ്. ഓക്കെ, 9 സംഖ്യയുടെ ശരാശരി 50 ആണ്. 9 സംഖ്യയുടെ ശരാശരി 50 ആണ്. ഓക്കെ ആണല്ലോ? ഇനി എന്താണ് പറയുന്നത്? അതിൽ ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 49ഉം അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 52 ആയാൽ അഞ്ചാമത് വരുന്ന സംഖ്യ ഏത്? ഇതാണല്ലോ. ഓക്കെ, യെസ്. ഒറ്റ കാര്യമുള്ളൂ, സംഖ്യകളുടെ എണ്ണം തന്നിട്ടുണ്ട്, ശരാശരി തന്നിട്ടുണ്ട്, എങ്കിൽ തുകയും കണ്ടുപിടിക്കാം. സംഖ്യകളുടെ എണ്ണം തന്നിട്ടുണ്ട്, ശരാശരിയും തന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ? എങ്കിൽ തുക കണ്ടുപിടിക്കാം. ശരാശരി ഇൻറ്റു എണ്ണം ആണല്ലോ. ഓക്കെ, നമുക്ക് നോക്കാം. ഒരു പേജ് ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ പറയുന്നത് എത്ര സംഖ്യകളാണ്? 9 സംഖ്യയാണ്. 9 സംഖ്യയുടെ ശരാശരി ആവറേജ് പറയുന്നുണ്ട്. എത്ര? 9 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 50 ആണ്. 9 സംഖ്യയുടെ ശരാശരി 50 ആണ്. അപ്പൊ എന്താണ് നമുക്ക് സം കണ്ടുപിടിക്കാൻ എന്ന് വെച്ചാൽ ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ആവറേജ് ഇൻറ്റു നമ്പർ ആണ് എന്ന് വെച്ചാൽ തുകയെ എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ശരാശരി എണ്ണം കൊണ്ട് ഗുണിക്കുമ്പോഴാണ് തുക കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാം. സം കണ്ടുപിടിക്കാൻ ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ഓക്കെ, ആവറേജ് എന്ന് പറയുന്നത് ഓൾറെഡി ക്വസ്റ്റ്യൻ ശരാശരി പറയുന്നുണ്ട് 50, എണ്ണം എന്ന് പറയുന്നത് 9 എണ്ണമാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ 50 ഇൻറ്റു 9 95 45 450 എന്ന് കിട്ടും. 450. ഈ 450 എന്ന് പറഞ്ഞത് 1 2 3 4 5 6 7 8 9 സംഖ്യകളൂടെ കൂട്ടുന്ന ആദ്യത്തെ 9 സംഖ്യ ഏതോ 9 സംഖ്യ, അതൊന്നുമില്ല, ഏതോ 9 സംഖ്യയുടെ കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഈ 450 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഞാൻ ചുമ്മാ ഒന്ന് എഴുതിയിടും. ഒന്നാമത്തെ സംഖ്യ, രണ്ടാമത്തെ സംഖ്യ, 3 4 5 6 7 8 9 9 സംഖ്യകൾ. ഇങ്ങനെ 9 സംഖ്യകളാണ്. ഓക്കെ ആണല്ലോ? ഈ 9 സംഖ്യയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ആയിക്കട്ടെ, 1 2 3 ഞാൻ ചുമ്മാ എഴുതിയിട്ടേ. ഇപ്പൊ ABCD എങ്ങനെയെങ്കിലും കൊടുക്കാം. 9 സംഖ്യകളാണ്. ഇത് ഒന്നാമത്തെ സംഖ്യ, ഒന്നെന്ന് പറയുന്ന സംഖ്യ ഒന്നാമത്തെ സംഖ്യ എന്ന് കാണിക്കാനാണ്. രണ്ടാമത്തെ സംഖ്യ, മൂന്നാമത്തെ സംഖ്യ, നാലാമത്തെ സംഖ്യ, ഇങ്ങനെ ഇത് ഈ 9 സംഖ്യകളൂടെ കൂട്ടുമ്പോൾ ഈ തന്നേക്കുന്ന ഏതോ 9 സംഖ്യ അതോടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 450 കിട്ടുന്നത്. എന്നിട്ട് പറയുന്നത് അതിൽ ആദ്യത്തെ 4 സംഖ്യകളുടെ ശരാശരി അവർ ഓൾറെഡി ക്വസ്റ്റ്യൻ പറയുന്നത് ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി 49 ആണെന്ന് പറയുന്നത്. ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി എത്രയാണ്? 49. ഇപ്പൊ ഈ ആദ്യത്തെ 4 സംഖ്യയുടെ സം ഒന്ന് കണ്ടുപിടിക്കാം. ശരാശരി എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതിയല്ലോ. 4 എണ്ണം ശരാശരി 49 ആണ്. 49 ഗുണം 4. ഓക്കെ 9 4 36 6 ശിഷ്ടം 3 4 16 3 19. ഓക്കെ ആണല്ലോ? ഓക്കെ, എത്ര കിട്ടി? 196 എന്ന് കിട്ടി. 196. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 50 ഗുണം 4 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി? 200. അതൊരു 4 കുറച്ചാൽ മതി. കാര്യം എന്താ അറിയാം? ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 196. ഈ 196 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 സംഖ്യ എത്ര? ഈ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ 4 സംഖ്യയുടെ ഈ 4 സംഖ്യയുടെ കൂട്ടുന്നതാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 196 എന്ന് കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? ഇനി എന്താ പറഞ്ഞ അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി എന്ന് പറഞ്ഞാൽ 52. മനസ്സിലായോ? അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി 52 ആണ്. അപ്പൊ അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 52 ആണ്. ഓക്കെ, 24 8 4 20 എത്ര കിട്ടി? 208 എന്ന് കിട്ടി. 208. മനസ്സിലായല്ലോ? 208.
ഓക്കെ 50 ഗുണം 4 200, 4 ഗുണം 2 8 208 കിട്ടും. ഓക്കെ ആണല്ലോ. ഈ അവസാനത്തെ 4 സംഖ്യ എന്ന് പറഞ്ഞാൽ ഇത് 4 എണ്ണമാണ്. ഓക്കെയാണ്. ഈ 4 എണ്ണം അവസാനത്തെ 4 സംഖ്യ. ഈ 4 എണ്ണോടെ കൂട്ടുന്നത് ഏതോ 4 സംഖ്യ അവസാനത്തെ 4 സംഖ്യയുടെ കൂട്ടുന്നതാണ് നമുക്ക് കിട്ടി 208 കിട്ടി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ അഞ്ചാമതാത് കിടക്കുന്ന ഈ സംഖ്യ ഏതാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് മൊത്തോടെ കൂട്ടുന്നത് 1 2 3 4 5 6 7 8 9 എല്ലാടെ കൂട്ടുമ്പോൾ നമുക്ക് കിട്ടി 450 കിട്ടി. ഈ 450-ൽ ആദ്യത്തെ 4 എണ്ണത്തിന്റെ വില നമുക്കറിയാം എത്ര? 196. അവസാനത്തെ 4 എണ്ണത്തിന്റെ വില എത്ര? 208. ഇതെല്ലാടെ കൂട്ടിയാൽ ഇത് ഈ 196 208 കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടും ആദ്യത്തെ 4 എണ്ണം കിട്ടും, അവസാനത്തെ 4 എണ്ണം കൂട്ടുന്ന കിട്ടും. ഓക്കെ ആണല്ലോ. അതുകൊണ്ട് കൂട്ടിയേ. അപ്പൊ നമുക്ക് എത്ര കിട്ടി? അപ്പൊ താണ്ടെ 396 404 അല്ലയോ? 404 എന്ന് കിട്ടും. എത്ര കിട്ടും? 404 എന്ന് കിട്ടും. എല്ലാവിടെ കൂട്ടുമ്പോൾ 450 മൈനസ് 404 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? 404. അപ്പൊ ഈ 404 എന്ന് പറയുന്നത് ഈ 4 സംഖ്യ ഈ 4 സംഖ്യയുടെ കൂട്ടുന്നത്. ഈ 4 സംഖ്യയുടെ കൂടുമ്പോൾ 196, ഈ 4 സംഖ്യയുടെ കൂടുമ്പോൾ 208. അത് കൂടുമ്പോൾ കിട്ടി 404 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 404 എന്ന് പറയുന്നത് ആദ്യത്തെ 4 സംഖ്യ അവസാനത്തെ 4 സംഖ്യയുടെ കൂട്ടുന്നതാണ് 407. ഇതിനകത്തൊരു സംഖ്യ മിസ്സിംഗ് ഉണ്ട്, 5ാമത്തെ നമ്പർ. അതാണ് ചോദിച്ചേക്കുന്നത്. മൊത്തോടെ കൂട്ടുന്ന ഈ 5ഉം കൂടെ ചേർത്ത് കൂട്ടുന്ന എത്ര കിട്ടി? 450. അത് 450 404 കുറച്ചാൽ പോരെ. 450 404 കുറച്ച് എത്ര കിട്ടുമോ? 46 എന്നുള്ള ഉത്തരം കിട്ടും. 46. അപ്പോ ഈ 5ാമത് വരുന്ന സംഖ്യ എത്രയാണ്? 46 ആണ്. ഓക്കെ ആണല്ലോ. 404 6 കൂടുമ്പോൾ 410 40 കൂടുമ്പോൾ 450 കിട്ടും. 46 ആണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി കൂടുതൽ വിശദീകരണമൊന്നുമില്ല. 9 സംഖ്യയുടെ ശരാശരി തന്നിട്ടുണ്ട്. എത്ര? 9 സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 50. അപ്പൊ 9 × 50 അത് കിട്ടുക. അതെടുത്ത് മാറ്റി എഴുതി വെക്കുക. ആദ്യത്തെ 4 സംഖ്യ അവസാനത്തെ 4 സംഖ്യ. അപ്പൊ ആദ്യത്തെ 4 സംഖ്യയുടെ ശരാശരി 49 × 4. അവസാനത്തെ 4 സംഖ്യയുടെ ശരാശരി എത്ര? തുക 49 × 4. അവസാനത്തെ 4 സംഖ്യയുടെ തുക 4 × 52. ആ കിട്ടുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയിട്ട് 9 എണ്ണത്തിൽ നിന്ന് ആദ്യത്തെ 4 അവസാനത്തെ 4 കുറച്ചാൽ 5ാമത്തെ സംഖ്യ ആയിരിക്കും പിന്നെ കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. 14:9 ആസ് 26 ഡാഷ്. ഓക്കെ ആണ്. 14 14:9 ആസ് 26 ഡാഷ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഈ 14 9 തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് എങ്കിൽ 26 എന്ത് കണക്ഷൻ ആണ്? അതേ കണക്ഷൻ ഇവിടെയും കൊടുക്കണം. എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ ആണല്ലോ. ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ 14 9 ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചാൽ 14 ഇവിടെ 5 കുറച്ച 5 കിട്ടും. അപ്പോൾ 26 5 കുറച്ചാൽ 21 കിട്ടും. 21 ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിനകത്ത് ഇല്ല, ഓപ്ഷനകത്ത് 21 ഇല്ല. അപ്പൊ അവരതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. കാര്യമൊന്നുമില്ല. നിങ്ങൾ ഒറ്റ കാര്യമുള്ള ഈ ആദ്യത്തെ സംഖ്യ ഉണ്ടല്ലോ 14ന്റെ പകുതി എടുക്കുക. 14ന്റെ പകുതി എത്ര? 7 കിട്ടും. 7. ഈ 7ന്റെ കൂടെ 2 കൂടെ കൂട്ടുന്നത്. 7ന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 9 കിട്ടി. 7ന്റെ കൂടെ 2 കൂടെ കൂട്ടുമ്പോൾ 9 കിട്ടി. ഇതേ റിലേഷൻ തന്നെ ഇവിടെയും പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. 26ന്റെ പകുതി എടുക്കുക. 26ന്റെ പകുതി എത്ര? 13. ഈ 13ന്റെ കൂടെ 2 കൂടെ കുടുംബത്തെ കിട്ടി 15 കിട്ടുന്നുണ്ട്. ബി ഓപ്ഷനകത്ത് ആൻസർ ഉണ്ട്. ഇത്രയും കാര്യമുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? നമ്മുടെ ഈ പറയുന്ന ഓരോന്നിന്റെ ആദ്യത്തെ നമ്പറിന്റെ പകുതി എടുക്കുക, അതിൻ്റെ കൂടെ 2 കൂടെ കൂട്ടുക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതേപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിന്റെ പകുതി എടുക്കുക, 2 കൂട്ടുക. അതാണ് ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ? ഇവിടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, നമ്മൾ പറഞ്ഞില്ല എളുപ്പത്തിൽ നമ്മൾ എളുപ്പം പിടിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ചില മെന്റലബിലിറ്റി ക്വസ്റ്റ്യൻ ഒക്കെ ചില സമയം എടുക്കുന്നുണ്ട്. 1-2 മെന്റൽ ഇതിനകത്ത് ചില സമയമുള്ള മെന്റലിറ്റി വരുന്നുണ്ട്. കാര്യമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഊറ്റെടുക്കാൻ പറ്റുന്നില്ലാതിരുന്നു. ഓക്കെ, കിട്ടിയത് പക്ഷേ. ഓക്കെ, നമുക്ക് നേരെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, 2 സംഖ്യകളുടെ അംശബന്ധം 4:5. 4:5. അവയുടെ ലസാഗ് 140 ആയാൽ വലിയ സംഖ്യ. സിമ്പിൾ ആണ്. 2 സംഖ്യ ഉള്ളെങ്കിൽ നമുക്കൊരു ഷോർട്ട് കട്ട് പറയാം. 2 സംഖ്യ ഉള്ളെങ്കിൽ നമുക്ക് ഷോർട്ട് കട്ട് പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ആപ്ലിക്കേഷനകത്ത് LCM ആൻഡ് HCF എടുത്തിട്ടുണ്ട്. ഈ മോഡൽ ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ആണെന്നാണ് എന്റെ സംശയം. ഓർമ്മ ശരിയാണ്, ഈ സെയിം ക്വസ്റ്റ്യൻ ഞാൻ ക്ലാസ്സിൽ ചോദിച്ചാൽ ഈ സെയിം ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ ആ LCM എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മുടെ ആപ്ലിക്കേഷനകത്ത് കുട്ടികളുള്ളവർക്ക് നോക്കാം. LCMനകത്ത് നോക്കിയാൽ മതി. ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആണെന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ ആണല്ലോ? ഈ 140 5 ആണെന്നാണ് തോന്നുന്നത്. ഓക്കെ, സംഖ്യകൾ തമ്മിൽ അംശബന്ധം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം 2 സംഖ്യകൾ തമ്മിൽ അംശബന്ധം 4:5. ഓക്കെ, അവയുടെ ലസാഗു എന്ന് പറയുന്നത് 140 ആയാൽ വലിയ സംഖ്യ. നമുക്ക് 2 സംഖ്യ ഉള്ളെങ്കിൽ ഒറ്റ ഷോർട്ട് കട്ട്. ഓക്കെ, LCM തന്നിട്ടുണ്ട് 140. വലിയ സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. വലിയ സംഖ്യ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ആ ചെറിയ റേഷ്യോ കൊണ്ട് ഇതിനെ ഹരിച്ചു വെച്ചാൽ മതി. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ചെറിയ റേഷ്യോ വെച്ച് ഹരിച്ചു വെച്ചാൽ മതി. വേറെ കാര്യമൊന്നും ഇല്ലാണ്ട് അവിടെ 3 4
12 I4 20 35. ഇതാണ് വലിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ചെറിയ സംഖ്യയാണ് കണ്ടുപിടിക്കുക. അപ്പൊ വലിയ സംഖ്യ നമ്മൾ എഴുതിയത് ഓക്കെ. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കണമെന്ന് വിചാരിച്ചോ. ചെറിയ സംഖ്യ കണ്ടുപിടിക്കണമല്ലോ. LCM ആയ 140 വലിയ അംശം കൊണ്ട് ഹരിച്ചു വെച്ചാൽ വലിയ അംശം കൊണ്ട് ഹരിച്ചാൽ മതി. 4 ഉച്ചരിച്ചാൽ മതി. ഓക്കെ. 2 5 10 8 40 28. വലിയ സംഖ്യ 35, ചെറിയ സംഖ്യ 28മാണ്. വലിയ സംഖ്യ 35, ചെറിയ സംഖ്യ 28മാണ്. അത്രയും കാര്യമുള്ളൂ. ചെയ്യാൻ എന്താ പാട്? ഓക്കെ ആണല്ലോ. അപ്പൊ ഈ 2 എണ്ണം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ട്രിക്ക് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. 2 എണ്ണം 3 എണ്ണം ആണെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിപ്പോ നമ്മൾ 2 എണ്ണം നമ്മുടെ ആപ്ലിക്കേഷനകത്ത് ക്ലാസ്സിനകത്ത് ഞാൻ വിശദമായിട്ട് ഇതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ 2 സംഖ്യകൾ തമ്മിൽ അംശബന്ധമാണ് എത്ര? 4:5. അവിടെ LCM 140. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ LCM-നെ ചെറിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക. ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ LCM-നെ വലിയ അംശബന്ധം കൊണ്ട് ഹരിക്കുക. ഇനി നിങ്ങൾ വലിയ അംശബന്ധമാണോ ചെറിയ അംശബന്ധമാണോ എന്ന് അറിഞ്ഞുകൂടാ, തിരിഞ്ഞു പോകുന്ന പരീക്ഷയിൽ പോയി തിരിഞ്ഞു പോകുന്ന വെച്ചാൽ വേറെ ഒന്നും ചെയ്യണ്ട. 2 എണ്ണം ഉള്ളെങ്കിൽ ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ 140 4 കൊണ്ട് 5 വെച്ച് ഹരിക്കുക. 140 LCM 140 4 വെച്ച് ഹരിക്കുക, 5 വെച്ച് ഹരിക്കുക, റേഷ്യോ വെച്ച് ഹരിക്കുക. അപ്പൊ ഒന്ന് കിട്ടി, ഒന്ന് 35 കിട്ടി, ഒന്ന് 28 കിട്ടി. 35 28 കിട്ടിക്കഴിഞ്ഞാൽ വലുതും ചെറുതും തിരിച്ചറിയാനുള്ള പ്രായം നിങ്ങൾക്ക് ആയില്ലുള്ളൂ. 35 40 28 വലുതേതാ ചെറുതേതാ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള പ്രായം ആയല്ലോ. അപ്പൊ അത് വലുത് അങ്ങ് എടുത്ത് എഴുതിയാൽ മതി. അങ്ങനെ ചെയ്താലും മതി. ഇങ്ങനെ വലിയ അംശം കൊണ്ട് ഹരിക്കണോ ചെറിയ അംശം കൊണ്ട് ഹരിക്കണോ എന്നൊക്കെ വലിയ ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾ ഈ രീതി ചെയ്താൽ മതി. പക്ഷേ 2-ലധികം സംഖ്യകൾ വന്നാൽ 3 സംഖ്യകളൊക്കെ വന്നെങ്കിൽ നമുക്ക് ഇത് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ നമുക്കൊരു പ്ലാൻ ബി ഉണ്ട്. അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഒന്നാമത്തെ സംഖ്യയെ നിങ്ങൾ 4x എന്ന് എടുക്കണം. ഒന്നാമത്തെ സംഖ്യയെ 4x എന്നും രണ്ടാമത്തെ സംഖ്യ നിങ്ങൾ 5x എന്നും എടുക്കണം. 5x. കാര്യം എന്താ? ഇത് റേഷ്യോയിലാണ് തന്നിരിക്കുന്നത്. റേഷ്യോ മാറ്റാൻ ഹരിച്ച സംഖ്യ ഏതാണോ അത് വെച്ച് നിങ്ങൾ തിരിച്ചു ഗുണിച്ചേക്കണം. ഇവിടെ ഹരിച്ച ഏതാണോ അത് വെച്ച് നിങ്ങൾ തിരിച്ചു ഗുണിച്ചാൽ മതി. അപ്പൊ റേഷ്യോ ഏതാണ് ഹരിച്ചെന്ന് അറിഞ്ഞുകൂടാത്തോണ്ട് അതിന് x എന്ന് കൊടുത്ത് 4-ന് x കൊടുത്ത് 5-ന് x കൊടുത്ത് 4x 5x. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവ എന്ത് ചെയ്യാം? x വെച്ചരിക്കും വേണ്ട. 4x-നെ x വെച്ചരിച്ചാൽ 4 കിട്ടും, 5x-നെ x വെച്ചരിച്ചാൽ 5 കിട്ടും. എന്താ 4x-നെ x വെച്ചരിക്കുമ്പോൾ x കൂടെ ക്യാൻസൽ ആവും 4, 5x-നെ x വെച്ചരിക്കുമ്പോൾ x കൂടെ ക്യാൻസൽ ആവും 5 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ. ഇനി എന്ത് ചെയ്യാം? ഇത് തമ്മിൽ ഗുണിക്കുന്ന ഇവിടെ LCM എന്ന് പറയുന്നത് LCM എന്ന് പറഞ്ഞാൽ ഓക്കെ x × 4 × 5. ഓക്കെ. x × 4 × 5 I4 20 20x എന്ന് കിട്ടും. 20x ആണ് ഇവിടെ LCM. 20x LCM. ഓൾറെഡി ക്വസ്റ്റ്യനകത്ത് LCM എത്ര എന്ന് പറയുന്നുണ്ട്? 140 എന്ന് പറയാം. അപ്പൊ എന്താ ഈ 20x എന്ന് പറയുന്നതാണ് 140. 20x എന്ന് പറയുന്നതാണ് 140. അപ്പൊ അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? x കണ്ടുപിടിക്കാം. അപ്പൊ x = 140 ഡിവൈഡഡ് ബൈ 20. സമയത്ത് കിട്ടിയോ? 7 എന്നുള്ള ഉത്തരം കിട്ടി. എത്ര കിട്ടി? 7 എന്നുള്ള ഉത്തരം കിട്ടി. ഈ x-ന്റെ വാല്യൂ ആണ് 7. ശ്രദ്ധിച്ചോണം. x-ന്റെ വിലയാണ് 7 എന്ന് പറയുന്നത്. ഓക്കെ. x-ന്റെ വിലയാണ് 7. ഓക്കെ. നമുക്ക് ഇനി എന്ത് ചെയ്യാം? നമ്മളോട് ചോദിച്ചിരിക്കുന്ന വലിയ സംഖ്യ എത്ര? 4x ചെറുതാ, 5x ആണ് വലുത്. 5x ആണ് വലുത്. അപ്പൊ 5x കണ്ടുപിടിച്ചാൽ മതി. 5x 5 × 7 7 × 35. ഇതാണ് വലിയ സംഖ്യയുടെ 35. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കുന്ന ചെറുത് 4x അല്ലൂടെ. ഈ 4x അപ്പൊ എന്താ 4 × 7 4 7 28. ചെറിയ സംഖ്യ 28, വലിയ സംഖ്യ 35, ചെറിയ സംഖ്യ 28 എന്ന് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടല്ലോ. ഓക്കെ. യെസ്. നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് അങ്ങ് പോയാലോ. ഓക്കെ. അപ്പം നമ്മൾ ഈ ട്രിക്ക് 2 എണ്ണം ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. 3 4 ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ട്രിക്ക് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കേട്ടോ. ഓക്കെ. യെസ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കാര്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആണ്. കാര്യം എളുപ്പം ചെയ്യാൻ എളുപ്പമൊന്നും കാര്യമൊന്നുമില്ല. നോക്കിയേ 1.1/3 മനസ്സിലായല്ലോ. വേണ്ട 1.1/3 1.1ന്റെ ക്യൂബ് മൈനസ് 0.9ന്റെ ക്യൂബ് മൈനസ് 0.2ന്റെ ക്യൂബ് 0.2ന്റെ ക്യൂബ്. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ. ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല, വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ ആരും ചെയ്യേണ്ടത് 11ന്റെ ക്യൂബ് എടുക്കണം. 11ന്റെ ക്യൂബ് പോയിന്റ് അവിടെ കിടക്കട്ടെ. 11ന്റെ ക്യൂബ് എത്ര? 1331. 11 × 11 121. 121 × 11 1331. അപ്പൊ ഞാൻ എഴുതി 1331 എന്ന് എഴുതി. ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? 1331 ഞാൻ എഴുതി. നിങ്ങൾ ഇവിടെ നോക്കേണ്ടത് 11ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ സോറി 1.1ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 1.1 × 1.1 എന്നാണ് അർത്ഥം. 1.1നെ 3 പ്രാവശ്യം എഴുതി ഗുണിക്കുന്നതാണ്. ഓക്കെ ആണല്ലോ. ഇനി നോക്കിയേ, ഇവിടെ ഗുണിച്ചപ്പോൾ നമുക്ക് 1331 കിട്ടി. ഇവിടെ പോയിന്റ് കഴിഞ്ഞ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം, ഇവിടെ ഒരു സ്ഥാനം. അപ്പൊ എത്ര? മൊത്തത്തിൽ 3 സ്ഥാനം. 1 2 3. ഉത്തരത്തിൽ 3 സ്ഥാനം ഇടത്തേക്ക് മാറ്റി പോയിന്റ് എടുത്തു. 1 2 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുത്തു. 1.331 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. മൈനസ് അടുത്തത് 9ന്റെ ക്യൂബ് എടുക്കുക. പോയിന്റ് എവിടെ കേട്ടോ? 9ന്റെ ക്യൂബ് എത്ര?
729. 99 81 81 ഗുണം 9 729. 729 കിട്ടി. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനം? ഒരു സ്ഥാനം. അങ്ങനെ 9 എത്ര പ്രാവശ്യം എഴുതുന്നുണ്ട്? 3 പ്രാവശ്യം. 0.9 ഇൻറ്റു 0.9 ഇൻറ്റു 0.9 3 പ്രാവശ്യം എഴുതുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ 3 സ്ഥാനം വരും. 1 2 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കാം. 0.729 എന്ന് കിട്ടി. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുക്കാം. ഓക്കെ ആണല്ലോ. മൈനസ് 0.2ന്റെ ക്യൂബ്. 0.2ന്റെ ക്യൂബ്. 0.2ന്റെ ക്യൂബ് എന്ന് പറയുമ്പോൾ 0.2നെ 3. അപ്പൊ 2ന്റെ ക്യൂബ് എത്ര? 2ന്റെ ക്യൂബ് 8. 2 × 2 4. 4 ഗുണം 2 8. 0.2ന്റെ ക്യൂബ് എന്ന് വെച്ചാൽ 0.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2. ഓക്കെ ആണല്ലോ. ഇപ്പൊ നോടാ ഇവിടെ 1 2 3 ഉത്തരത്തിൽ എത്ര സ്ഥാനം വരും? 1 2 3 ഉത്തരത്തിൽ 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ഇവിടെ എത്ര സ്ഥാനമേ ഉള്ളൂ? ഒരു സ്ഥാനമേ ഉള്ളൂ. ഇപ്പൊ 3 സ്ഥാനം തയ്ക്കാൻ എന്റെ ഇടതുവശത്ത് 2 പൂജ്യം കൊടുക്കുക. ഇപ്പൊ എത്രയായി? 3 സ്ഥാനമായി. 3 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കണം. ആകെപ്പാട് ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ 3 തയ്ക്കാൻ 2 പൂജ്യം കൊടുത്ത് പോയിന്റ് കൊടുക്കാം. ഇവിടെ പോയിന്റ് ഉണ്ടെന്ന് കാണിക്കാൻ ഫ്രണ്ടിൽ ഒരു 0 കൊടുക്കുക. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. ഇനിയത്തെ എന്താ ഇതിനകത്ത് ഇതങ്ങ് കുറച്ച് വെച്ചാൽ കാര്യമൊന്നുമില്ല. നോക്കിയേ, 1.33 നിന്ന് ആദ്യം ഞാൻ കുറയ്ക്കാൻ പോവാ. 0.729 കുറച്ചല്ലോ. 11 നിന്ന് 9 കുറച്ചാൽ 2 കിട്ടും. 1 നിന്ന് 9 10 എടുക്കുമ്പോൾ 11 നിന്ന് 9 കുറച്ചാൽ 2 കിട്ടും. ഇവിടെ ബാക്കി 2 2 0 ആണ്. ഇപ്പൊ 3 നിന്ന് 7 കുറക്കത്തില്ല 13. 13 നിന്ന് 7 പോയി കഴിഞ്ഞാൽ ബാക്കി 6 ആണ്. 13 7 പോയി കഴിഞ്ഞാൽ 6. ഇവിടെ 0.0 കിട്ടും. കിട്ടിയല്ലോ. ഇനി അവിടെ നമ്മൾ എന്ത് കൊടുക്കാൻ പോവാ? 0.008 കുറയ്ക്കാൻ പോവാ. 12 നിന്ന് 8 കുറച്ചാൽ 4 കിട്ടും. ഓക്കെ, ഇവിടെ 9 ആണുള്ളത്. കാര്യം 9 നിന്ന് 0 കുറച്ച്. 9 നിന്ന് 0 കുറച്ചാൽ 9 കിട്ടും. പിന്നെ ബാക്കി എത്ര ഉണ്ട്? 5. 5 നിന്ന് 0 കുറച്ചാൽ 5 കിട്ടും. പോയിന്റ് 594. 0.594. നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് 594 വരുന്നത് ഡി ഓപ്ഷൻ ആണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ഓപ്ഷൻ ആണ്. ഡി ഓപ്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? കാര്യമൊന്നുമില്ല. ഈ പറയുന്ന 11ന്റെ ക്യൂബ് 9ന്റെ ക്യൂബും 2ന്റെ ക്യൂബും എടുക്കുക. എന്നിട്ട് ക്യൂബ് ആയിട്ട് 3 സ്ഥാനം മാറ്റി എല്ലാത്തിനും പോയിന്റ് കൊടുക്കുക. എന്നിട്ട് അങ്ങ് കുറച്ചേക്കുക. വേറെ കാര്യമൊന്നുമില്ല. ഇത് ചെയ്യാൻ എന്തോടോ പാട്? ഇത്രയും വളരെ സിമ്പിൾ അല്ലയോടോ. ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോകാലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങ് പോവാം. നോക്കിയേ, 3,8,13 എക്സെട്ര 253 എന്ന സമാന്തര ശ്രേണിയുടെ അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദം ഏതാണ്? ഓക്കെയാണ്. അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലേക്ക് 20ാമത്തെ പദമാണ്. സിമ്പിൾ ആണ്, കാര്യമൊന്നുമില്ല. നമുക്കിത് റിവേഴ്സിൽ അങ്ങ് എടുത്തുവെച്ചാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കണം. ഓക്കെ, യെസ്. ഇവിടെ എത്ര വെച്ച് വന്നത്? 3,8,13 എക്സെട്ര 253. ഓക്കെ, യെസ്, 253. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചേ. ഇവിടെ നിന്ന് നമുക്ക് ഇതിന്റെ പൊതുവ്യത്യാസം, കോമൺ ഡിഫറൻസ് ഇവിടെ എത്ര നോക്കണം. ഒരു സംഖ്യയിൽ ഒന്ന് തൊട്ട് മുന്നിലത്തെ പദം കുറയ്ക്കുന്നതിലൂടെ പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡി എന്ന് നോക്കാം. ഡി കോമൺ ഡിഫറൻസ് നോക്കാം. 8ൽ നിന്ന് 3 കുറച്ച് 5 ആണ് കിട്ടിയേ. ഓക്കെ ആണല്ലോ. അടുത്ത ഡിഫറൻസ് വേണമെന്ന് നോക്കാം. 13ൽ നിന്ന് 8 കുറച്ച് അപ്പോഴും 5 ആണ് കിട്ടിയത്. കോമൺ ഡിഫറൻസ് ഇവിടെ എല്ലാം 5 ആണ്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 5 വീതം കൂടി വരുക. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ 5 വീതം കൂടി കണ്ടേ. 3ന്റെ കൂടെ 5 കൂടുമ്പോൾ 8, 8ന്റെ കൂടെ 5 കൂടുമ്പോൾ 13, 13ന്റെ കൂടെ 5 കൂടെ കൂട്ടുമ്പോൾ 18, അങ്ങനെ ആയിരിക്കും പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അങ്ങനെ കൂടി പോവാ. നമുക്ക് എത്തേണ്ടത് അവസാനത്ത് നിന്ന് ഇങ്ങോട്ട് വരാനാ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടിയാ വരുന്നെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞായിരിക്കും വരുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. കാര്യം എന്താ? 3ന്റെ കൂടെ 5 കൂടെ കൂടുമ്പോൾ 8, 8ന്റെ കൂടെ 5 കൂടുമ്പോൾ 13 ആണെങ്കിൽ 13ൽ നിന്ന് 5 കുറയ്ക്കുന്നതാണ് 8, 8ൽ നിന്ന് 5 കുറയ്ക്കുന്നതാണ് 3. പുറമോട്ട് വരുന്നതനുസരിച്ച് കുറഞ്ഞു വരികയും ഫ്രണ്ടിലോട്ട് പോകുന്നത് ഇത് കൂടിയാണ് പോകുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്ന അവസാനത്ത് നിന്ന്, എന്നിട്ട് അവസാനത്തെ അക്കത്തിൽ നിന്ന് പിന്നിലോട്ട് 20ാമത്തെ പദം എത്രയാണ്? അപ്പൊ നമുക്ക് എന്താ അവസാനത്തെ ഇവിടെ അക്കമായിട്ട് എടുത്തേക്കുന്ന എത്ര? 253. ഇവിടെ നിന്ന് ഇങ്ങനെ കുറഞ്ഞ് പുറമോട്ട് വേണം പറയണ്ടേ. 13,8,3 ഇങ്ങനെ ഈ അവസാനത്തിൽ നിന്ന് കുറയ്ക്കാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് എത്രാമത്തെ പദം കണ്ടുപിടിക്കണം? 20ാമത്തെ പദം കണ്ടുപിടിക്കണം. ഇവിടെ കുറയുന്നത് കൊണ്ട് കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് -5 എന്ന് എടുക്കാം. അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കൂടി പോകുന്നു. അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ കുറഞ്ഞു. അപ്പൊ പൊതു വ്യത്യാസം -5 ആണ്. ഓക്കെ ആണല്ലോ. നമുക്ക് എത്രാമത്തെ പദം ഉണ്ട്? 20ാമത്തെ പദം കണ്ടുപിടിക്കുന്നത്. മനസ്സിലായി? 20ാം പദമാണ് കണ്ടുപിടിക്കേണ്ടത്. 20ാം പദം കണ്ടുപിടിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ പദത്തിന്റെ കൂടെ പൊതുവ്യത്യാസം 19 വട്ടം കൂട്ടിയാൽ മതി. നമുക്ക് 20ാമത്തെ പദം കിട്ടും. ഒന്നാമത്തെ പദത്തിലൂടെ പൊതുവ്യത്യാസം എത്രയാണ്? 19 വട്ടം കൂട്ടിയാൽ 20ാമത്തെ പദം കിട്ടും. അപ്പൊ 20ാമത്തെ പദം എന്ന് വെച്ച് കഴിഞ്ഞാൽ A+19D ആണ്. A+19D.
എ എന്ന് പറഞ്ഞാൽ പുറമൊന്ന് ഇവിടുന്ന് അങ്ങോട്ട് എണ്ണി പോകാനാ പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ എ ആയിട്ട് എടുക്കേണ്ടത് ഏറ്റവും അവസാനത്തെ പദമാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ബാക്കിലോട്ട് വരാനാണ് പറഞ്ഞത്. അപ്പൊ ഇതായിരിക്കും നമ്മൾ ആദ്യത്തെ പദമായിട്ട് എടുക്കേണ്ടത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ 253 പ്ലസ് 19 ഇൻറ്റു ഡി പൊതുവ്യത്യാസം എന്ന് വെച്ചാൽ -5 -5. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാം 253. ഇത് പ്ലസ് ആണ്, ഇത് മൈനസ് ആണ്. പ്ലസ് ഇൻറ്റു മൈനസ് 19 ഗുണം 5 മനസ്സിലായല്ലോ? 95 എന്ന് കിട്ടും. 19 ഗുണം 5 99 5 45 5 ഇഷ്ടം 4 5 4 9 95 അല്ലെ 25 100 ആണ്. അപ്പൊ 19 5 95 കിട്ടും. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്ന് കുറച്ചാൽ മതി. 95 കുറച്ചാൽ മതി. ഓക്കെ ആണല്ലോ? 95 കുറയ്ക്കുക. 13ന്ന് 5 കുറച്ചു. 13ന്ന് 5 കുറച്ച് എത്ര ഇട്ടുള്ളൂ? 8 കിട്ടും. 13ന്ന് 5 കുറച്ച് 8 കിട്ടും. പിന്നെ ഇവിടെ 4 ആണുള്ളത്. 14 14ന്ന് 9 കുറയ്ക്കുക. 14ന്ന് 9 കുറച്ച് എത്ര കിട്ടും? 5 കിട്ടും. 5 കിട്ടും. പിന്നെ 158 എന്നുള്ളത് 158. എ ഓപ്ഷൻ ആണ് ആൻസർ. 158. ഓക്കെ ആണല്ലോ? 158 നോക്കിയേ. 158ഉം 95 കൂടെ കൂട്ടുമ്പോ 8 5 13ന് 3 ശിഷ്ടം 1 15 15 5 ഇഷ്ടം 1 2 253 കറക്റ്റ്. ഓക്കെ ആണല്ലോ? 158 എന്നുള്ള ഉത്തരം കിട്ടി. എ ഓപ്ഷൻ ആണ് ഇതിന്റെ ആൻസർ എന്ന് വെച്ചാൽ 158. ക്ലിയർ ആവുന്നുണ്ടോ? ഇത് ചെയ്യാൻ എന്താ പാട്? ഒറ്റ കാര്യം മാത്രമാക്കുക. പുറയിൽ നിന്ന് ഫ്രണ്ടിലോട്ട് എണ്ണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് ഇവിടുത്തെ അവസാനത്തെ പദം നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ആദ്യ പദമായിട്ട് എടുക്കണം. ഇവിടെ 5 വീതം കൂടി പോകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? പൊതുവെ പുറമോട്ട് വരുന്നുണ്ട്. 5 വീതം കുറച്ച് എടുക്കണം. 20ാമത്തെ പദം കണ്ടുപിടിക്കണം. ഒന്നാമത്തെ പദത്തിനുള്ള പൊതുവ്യത്യാസം 19 വട്ടം കൂട്ടിയാൽ മതി. A+19 ഡി ആയിരിക്കും ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ആൻസർ കിട്ടി 158. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? എയുടെ 50% ബിയുടെ 30% തുല്യമായാൽ എ, ബി എന്നിവ തമ്മിലുള്ള അംശബന്ധം എത്ര? സിമ്പിൾ. വളരെ എളുപ്പം. ഇവിടെ നോക്കിയേ. എയുടെ 50%വും ബിയുടെ 30% തുല്യമാണ്. ഒരു സംഖ്യയുടെ എ ശതമാനം മറ്റൊരു സംഖ്യയുടെ ബി ശതമാനം തുല്യമാണെങ്കിൽ സംഖ്യകൾ തമ്മിൽ അംശം B:A ആണ്. മനസ്സിലായല്ലോ? ഒരു സംഖ്യയുടെ എ ശതമാനവും മറ്റൊരു സംഖ്യയുടെ ബി ശതമാനം തുല്യമാണെങ്കിൽ സംഖ്യകൾ തമ്മിൽ അംശം B:A. തിരിച്ചിട്ടാ A:B തിരിച്ചിട്ടാ അത് B:A എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യയുടെ 50% മറ്റൊരു സംഖ്യയുടെ 30% തുല്യമാണെങ്കിൽ സംഖ്യകൾ തമ്മിൽ അംശം 30:50. ഇതങ്ങ് തിരിച്ചിട്ടാ മതി. 50% 30% തുല്യമാണെന്ന് പറയുമ്പോൾ തിരിച്ചിടുക. 30 എടുത്ത് ആദ്യം എഴുതുക, 50 എടുത്ത് രണ്ടാമത് എഴുതുക. 0 അങ്ങ് വെട്ടിക്കളഞ്ഞേക്ക്. ആൻസർ 3:5 ആയിരിക്കും എന്റെ ആൻസർ. 3:5. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും കാര്യമുള്ളൂ. വളരെ സിമ്പിൾ. വളരെ എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആണ്. ഒരു സംഖ്യയുടെ എ ശതമാനം മറ്റൊരു സംഖ്യയുടെ ബി ശതമാനത്തിന് തുല്യമാണെങ്കിൽ സംഖ്യകൾ തമ്മിൽ അംശം B:A. PSC പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ആപ്ലിക്കേഷൻസിനകത്ത് എടുത്തു കൊടുക്കുമ്പോൾ നിങ്ങൾ നോക്കിയാൽ അത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മൾ ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻ അവിടെ ഞാൻ ചെയ്ത ഒരു സംഖ്യയുടെ 20% മറ്റൊരു സംഖ്യയുടെ 45% തുല്യമാണോ അങ്ങനെ കണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എഴുതിയിരിക്കുന്നത്. സംഖ്യകൾ തമ്മിൽ അംശം എത്ര? അതിന്റെ ആൻസർ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 8:5 കണ്ടാണ് അതിന് ആൻസർ ഇട്ടിരിക്കുന്നത്. ഓക്കെ, അതിന് എത്രയാണെന്ന് പറയും? 25ഉം 40ഉം ആണ്. ഒരു സംഖ്യയുടെ 25% മറ്റൊരു സംഖ്യയുടെ 40% തുല്യമായ സംഖ്യകൾ തമ്മിൽ അംശം എത്ര? തിരിച്ചിടുമ്പോൾ 40:25 8:5 എന്ന് വരും. മനസ്സിലായോ? ഇതായിരുന്നു നമ്മൾ ആപ്ലിക്കേഷൻസിനകത്ത് ശതമാനം എന്ന് പറയുന്ന ടോപ്പിക് എടുത്തത്. അപ്പൊ ഇതേ സെയിം ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ വേറെ വേർഷനാണ് കിടക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻസിനകത്ത് ഫുള്ള് ടോപ്പിക് നമ്മൾ ആയിട്ടില്ല. കുറെ ടോപ്പിക് എടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട്. കുറെ നമ്മൾ ഏതൊക്കെ ടോപ്പിക്കുകൾ ആപ്ലിക്കേഷനകത്ത് എടുത്തിട്ടുണ്ട്, അതിനകത്തൊക്കെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ചോദിച്ചിട്ടുണ്ടോ, PSC റീസെന്റിൽ നടന്ന ഏത് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ അതെല്ലാം നമ്മൾ ആ ടോപ്പിക്കിനകത്ത് തന്നെ കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ നമ്മുടെ ആപ്പിനകത്ത് ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് അറിയാം. നിങ്ങൾ നോക്കിയാൽ മതി. ഇന്ന ക്ലാസ്സിനകത്ത് ഇന്നത് കിടപ്പുണ്ടോ നമുക്ക് നെഞ്ചത്ത് കൈവച്ച് എനിക്ക് പറയാൻ പറ്റും. ഞാൻ പഠിപ്പിച്ചതിനകത്തുനിന്ന് എടുത്ത ടോപ്പിക്കിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് പറയാം. മനസ്സിലായോ? ഇനി കംപ്ലീറ്റ് ആവാനുണ്ട് ടോപ്പിക്. നമ്മൾ എടുത്ത് സ്റ്റാർട്ട് ചെയ്തല്ല ഉള്ളൂ. ഇതാകുമ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. കുറച്ച് ടോപ്പിക്കുകളെ ആയിട്ടുള്ളൂ. ബാക്കി ടോപ്പിക്കുകൾ പുറകെ വരുന്നുണ്ട്. വന്നിട്ടുള്ള ഇതുവരെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ടോപ്പിക്കിനകത്തുനിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് അങ്ങോ. അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഒരു ക്ലോക്കിലെ സമയം 10:10 ആയാൽ മണിക്കൂർ സൂചി മിനിറ്റ് സൂചി തമ്മിലുള്ള കോണളവ് എത്ര? ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നടപ്പുണ്ട് ആപ്ലിക്കേഷനകത്ത്. ക്ലോക്ക് എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഒരു ക്ലോക്കിലെ സമയം 10:10 ആയാൽ എന്ന് പറഞ്ഞിട്ട് സെയിം ക്വസ്റ്റ്യൻ ഇതേ ക്വസ്റ്റ്യൻ ആപ്പിൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ആപ്ലിക്കേഷനകത്തുള്ള കുട്ടികൾക്ക് നിങ്ങൾക്ക് നോക്കിക്കോ. നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത് അതേപോലെ കിടപ്പുണ്ട്. ഒരു ക്ലോക്കിലെ സമയം 10:10 ആയാൽ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര എന്ന് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് ഒറ്റയൊന്നുമില്ല, നമുക്ക് കോണളവിൽ കണ്ടുപിടിക്കുന്നത്. കോണളവ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? 30h - 11/2m. ഇതങ്ങ് ചെയ്ത 30h - 11/2m എന്ന് കിട്ടും. ഓക്കെ, h എന്ന് വെച്ചാൽ അവർ, m എന്ന് വെച്ചാൽ മിനിറ്റ്. 10 എന്നല്ലേ പറഞ്ഞേ? 10 എന്ന് ചെയ്ത് അവറും ഇത് മിനിറ്റുമാണ്. അവറും മിനിറ്റ്. അപ്പൊ എന്താ? ഇവിടെ 25 എടുത്തു. ഓക്കെ ആണല്ലോ? 25 എടുത്തു.
ഓക്കെ, ഇനി എന്താണ് യു? യു എന്ന് പറയുന്ന നമ്പർ, യു എന്ന് പറയുന്നത് യുവിന് തൊട്ട് മേള, യു എന്ന് പറയുന്നത് എത്ര? 21. അതിന് തൊട്ട് മേളത്തെ നമ്പർ എഫ് കൊടുക്കുക. എഫിന്റെ വാല്യൂ എത്ര? 6 കൊടുത്തു. ഓക്കെ ആണല്ലോ, 6 കൊടുത്തു. ഇനി അടുത്ത് എന്താണ്? എസ് ആണ്. എസിന് തൊട്ട് മേളിൽ വരുന്ന എച്ച് ആണ് വരുന്നത്. എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കൊടുത്തു? 8 കൊടുക്കുക. ഇവിടെ 8 കൊടുക്കാം. ഓക്കെ, നിങ്ങൾ നോക്കിയേ, ഇതെല്ലാം ഒന്ന് കൂട്ടിയേ, ഇവിടെ പക്ഷേ 26, 25, 6, 8 നല്ല കൊടുത്തേക്കുന്നത്. അവർ 39 കൊടുത്തത്. ഇതെല്ലാം ഒന്ന് കൂട്ടിയേ, 25ഉം 6 കൂട്ടിയേ, 25 6 കൂടുമ്പോൾ 31 8 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 39 എന്ന് കിട്ടും. 39 അക്കങ്ങളെല്ലാം കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 39. 25 5 31 31 8 39. ഓക്കെ, ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് PSC ആണ്. PSC എന്നുള്ളതാണല്ലോ ചോദിച്ചേക്കുന്നത്. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യന് തിരിച്ചറിയാൻ വേണ്ടി ഞാൻ വേറൊരു കളർ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ PSC. ഓക്കെ, പി എന്ന് പറയുന്നത് 16ാമത്തെ ലെറ്ററാ. പക്ഷെ നമ്മൾ എടുക്കേണ്ടത് അതിന് തൊട്ട് മേളം. സോറി, പി എന്ന് പറയുന്നത് 16ാമത്തെ ലെറ്ററാ. നമ്മൾ തൊട്ട് മേളത്തെ കെയുടെ വാല്യൂ ആയ 11 ആയിരിക്കണം എടുക്കേണ്ടത്. ഓക്കെ ആണല്ലോ, 11 എടുക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇനി എന്ന് പറയുന്നത് അടുത്തത് എസ്. എസ് 19 ആണ്. പകരം മേളത്തെ എച്ച് എടുക്കണം. എച്ച് എന്ന് പറഞ്ഞാൽ 8 എടുക്കണം. ഓക്കെ, അടുത്തത് സി എന്ന് പറഞ്ഞാൽ 3 ആ. പകരം എന്തെടുക്കണം? 24 എടുക്കണം. ഇവിടെ എല്ലായിടവും കൂട്ടിയാൽ മതി. സി എന്ന് പറഞ്ഞാൽ സി ആണ്. ഇവിടെ പകരം നമ്മൾ 24 എടുക്കണം. ഓക്കെ, തമ്മിൽ കൂട്ടിയേ. ഓക്കെ, 24 1 25 10 35 35 8 43. ആൻസർ 43 ആണ്. 43 സി ഓപ്ഷനകത്തുണ്ട്. 43 സി ഓപ്ഷൻ ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 43. മനസ്സിലായോ? അപ്പൊ ഇത്രയും കാര്യമുള്ളു. അപ്പം എങ്ങനെ എഴുതുക? ABCD M വരെ എഴുതുക, N തൊട്ട് ഇങ്ങോട്ട് എഴുതുക. എഴുതിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് അതിന് മേളിൽ വരുന്ന ഓപ്പോസിറ്റ് വരുന്ന നമ്പേഴ്സ് എല്ലാവരും എടുക്കുക. 11 8 24 കുടുംബത്തിൽ ഇട്ടിടോ. 43 കിട്ടിയപ്പോ പി പിക്ക് മേളിലുള്ള 11 എടുത്തു. അടുത്തത് എസിന് മേളിലുള്ള 8 എടുത്തു. ഓക്കെ, അടുത്തത് സിക്ക് തൊട്ട് താഴെയുള്ള 24 എടുത്തു. ഓക്കെ അല്ല? ഓക്കെ, 43. ഓക്കെ ആണ്. ഇപ്പൊ ആൻസർ എന്ന് വെച്ചാൽ 43 എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. നമുക്ക് വേണ്ടേ നമ്മുടെ ഡിഗ്രി പ്രിലിംസ് ബാച്ച് ആണ്. ഡിഗ്രി പ്രിലിംസ് മെയിൻസിനൊക്കെ വേണ്ടിയുള്ള ബാച്ചാണ് നമ്മൾ എന്താന്ന് പറയുന്നത്? കാക്കത്തൊള്ളായിരം എന്ന് പറയുന്നത്. ഈ കാക്കത്തൊള്ളായിരം എന്ന് പറയുന്ന ഈ നമ്മുടെ പുതിയ കോഴ്സാണ്. ഇതെന്ന് പറയുന്നത് ഏകദേശം 500 മണിക്കൂറാണ് നമ്മുടെ റെക്കോർഡ് ലൈവ് ആൻഡ് ക്ലാസ്സുകൾ നമുക്ക് തരുന്നത്. 500 മണിക്കൂർ ക്ലാസ് ആണ് നമുക്ക് നിങ്ങൾക്ക് തരുന്നത്. ഇതിനകത്ത് അതിന്റെ ഫീ എന്ന് പറയുന്നത് 999 രൂപയാണ്. 999 രൂപ ഫീ ഉള്ളു. 1 വർഷം അതിന് വാലിഡിറ്റി ഉണ്ട്. 1 വർഷം നിങ്ങളുടെ ഈ ഇപ്പോൾ വരാൻ പോകുന്ന അസിസ്റ്റന്റ് ഗ്രേഡ് ആയാലും ശരി, അതിന് മുമ്പോട്ട് കഴിഞ്ഞ് വരുന്ന ഏതെങ്കിലും ഡിഗ്രി ലെവൽ പരീക്ഷ വിളിച്ചാലും 1 വർഷം വരെ ഇങ്ങനെ വാലിഡിറ്റി ഉണ്ട് ഇതിന്. കേട്ടല്ലോ? ഓക്കെ, ഇതിനകത്ത് മാത്സ്, മെന്റബിലിറ്റി, അതേപോലെ തന്നെ ഇംഗ്ലീഷ്, GK, മലയാളം എല്ലാ ടോപ്പിക്കിനകത്ത് അവർ കവർ ചെയ്യുന്നുണ്ട്. 1 വർഷം കൊണ്ട് ഫുള്ള് ടോപ്പിക് ഞങ്ങളത് കവർ ചെയ്തു തരുന്നുണ്ട്. 500 മണിക്കൂർ ക്ലാസ് ആണ് ഇന്നത്തെ വരുന്നത്. കോഴ്സിന്റെ പേര് കാക്കത്തൊള്ളായിരം എന്നാണ്. നമ്മുടെ 2,999 ആയിരുന്നു നമ്മുടെ കോഴ്സ് ഫീ. അതിന്റെ ഓഫർ കഴിഞ്ഞിട്ട് 999 ആണ് നമ്മളുടെ കോഴ്സ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അടുത്ത നമ്മുടെ 2ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. വിദ്യാരംഭം 2.0 സെക്കൻഡ് ബാച്ച്. ആദ്യ ബാച്ച് ഫില്ലായി. അതും 500 മണിക്കൂറാണ് ക്ലാസ്. ഓക്കെ ആണല്ലോ? 500 മണിക്കൂർ, 1 വർഷത്തെ വാലിഡിറ്റി ഉണ്ട്. അതിന് +2 LDC, LGS, LDC പോലുള്ള പരീക്ഷകൾക്കൊക്കെ 10th ലെവല്, +2 ലെവലുള്ള പരീക്ഷകൾക്കൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്ന രീതിയിലാണ് അത് കൊടുത്തേക്കുന്നത്. മെയിൻ ആയിട്ട് നമ്മളത് ഇപ്പോൾ വരാൻ പോകുന്ന കമ്പനി ബോർഡ്, LGS പോലുള്ള പരീക്ഷകളാണ്. വെബ്കോയും കുറെ പരീക്ഷ ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മൾ തുടങ്ങിയ കോഴ്സാണ്. നമ്മുടെ 1 ബാച്ച് ഓൾറെഡി നമ്മളത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2ാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തിട്ട് 2ാമത്തെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫീ എന്ന് പറഞ്ഞാൽ 699 രൂപയാണ് അതിന്റെ ഫീ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുന്നവർ, ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ നേരത്തെ ഫീ എന്ന് പറയുന്നത് എത്ര? 499 ആയിരുന്നു. ഇപ്പൊ 699 ആയി. ഇനി വീണ്ടും കൂടുന്നതനുസരിച്ച്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാച്ചിൽ അത്രയും കുട്ടികൾ കയറി, നമുക്ക് ഇനി പുതിയ ബാച്ച് ഇട്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ അതിന്റെ റെമ്യൂണറേഷൻ മാറിക്കൊണ്ടിരിക്കും. ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്.